some programs. So without wasting even a little bit of time, we'll move for it. So now I request Vinu Aunty for prayer. हमने अभी एक वेलकम सॉन्ग सुना, आपको अच्छा लगा? Thank you. So next, നമുക്കൊരു ഗ്രൂപ്പ് സോങ് ആയാലോ, ഒരു മലയാളം ഗ്രൂപ്പ് സോങ്. അതിനായി നമുക്ക് നമ്മുടെ ഷാരൻ ആൻഡ് ഗ്രൂപ്പിനെ വിളിക്കാം. ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം.
പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൻ്റെ സ്നേഹത്തെ ഓർത്ത് നല്ല രീതിയിൽ എല്ലാം ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുക. ഈ 2021 തീരുന്ന ഈ സമയം നിങ്ങളെല്ലാവരും എല്ലാ വർഷവും എടുക്കുന്ന പോലെ ഒരു തീരുമാനമല്ല, ഇവരൊരു വർഷം ദൈവമേ അങ്ങനെ ഹിതപ്രകാരം അങ്ങനെ പൈതലായി ജീവിക്കാമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ വിണ്മയമായ ശരീരം വിട്ട് ആ സ്വർഗീയ ഗുരുവിൽ ചെല്ലുമ്പോൾ എൻ്റെ എല്ലാം മാറുന്നൊരു ദിവസമുണ്ട്. അതിനായിട്ട് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ശരീരം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് അനുജ അഗസ്റ്റിൻ. ആദ്യമായി പ്രധാന വാർത്തകളിലേക്ക്. മാസ്ക് ധരിക്കാതെ സഭയിൽ കയറുവാൻ അനുവാദമില്ല എന്ന പാസ്റ്റർ സാജു മാച്ചുവിന്റെ വാട്സാപ്പ് മെസ്സേജ് ചർച്ച ചെയ്യുന്നത്. സാനിറ്റൈസർ കയ്യിൽ അടിക്കാതെ അറിഞ്ഞുകൊണ്ട് മുഖത്തടിച്ചു എന്ന കാരണത്താൽ രണ്ട് കൂട്ടുവിശ്വാസികൾ തമ്മിൽ കൂട്ടടി. ഞങ്ങൾക്ക് സൂം മതി, ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കാൻ വയ്യ എന്നുള്ള പരാതിയുമായി ചില പെന്തിക്കോസ്ത് വിശ്വാസികൾ അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. അടുത്ത വർഷവും ബോർഡ് എക്സാം ക്യാൻസൽ ആകുമ്പോൾ ആരായിക്കൊള്ളാം എന്ന ആശയവും സംശയവുമായി കലവില
ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസവും പ്രാർത്ഥനയിലും അത് കണ്ടുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ ഞെട്ടതിലും ഈ സമീപകാലത്ത്, അതായത് നവംബർ മാസം 7, 2021 ഈ മൂവരും സ്നാനപ്പെട്ടത് എന്ന വാർത്തയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി വാർത്തകൾ വിശദമായി. ഞങ്ങൾക്ക് സൂമതി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ചില പെന്തിക്കോസ്ത് വിശ്വാസികൾ ഫേസ്ബുക്ക് ലൈവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്കായി നമ്മുടെ കൂടെ ചേരുന്നത് റിപ്പോർട്ടർ മാളു എന്ന ടെസ്സിയാണ്. റിപ്പോർട്ടർ മാളു എന്ന ടെസ്സി, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? അതെ അതെ കേൾക്കുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? അതെ അതെ കേൾക്കുന്നുണ്ട്. എന്താണ് വിശ്വാസികളുടെ നിലപാട്? എന്താണ് അവർ പറയുന്നത്? അതെ അതെ അനുജ, ഞാനിപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസിയായ മിസ്റ്റർ കൂട്ടിരി കുര്യാക്കോസും സിസ്റ്റർ ഉറക്കപ്രിയ ഏലിക്കുട്ടിയുടെ വീട്ടിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനുജ, ഇവരുടെ ആരോപണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്താണ് ആ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾ? അതെ അനുജ, അവരൊക്കെ ചുമ്മാതൊന്നുമല്ല ആരോപണങ്ങളുടെ ഉന്നയിക്കുന്നത്. വളരെ സ്ഫുടമായി 1, 2, 3 എന്ന പോയിന്റ്സിലാണ് ഇവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ നേരത്തെ വെച്ചിരിക്കുന്നത്. ആദ്യമായി മിസ്റ്റർ കൂട്ടിരി കുര്യാക്കോസ് ഈ ഹർത്താലിന്റെ നേതാവും ഞങ്ങൾക്ക് സൂമതിയുടെ ഫേസ്ബുക്കിന്റെ അഡ്മിനും ഇങ്ങനെയാണ് പറയുന്നത്: സൂം വളരെ ഉപയോഗപ്രദമാണെന്നും നമ്മൾ ലേറ്റായിട്ട് വന്നാലും ഒരു പ്രശ്നവുമില്ല, ടെൻഷൻ എടുക്കണ്ട, ഡയറക്റ്റ് വന്ന് സൂമിലോട്ട് ഇരുന്നാൽ മതി എന്നാണ് താങ്കൾ പറയുന്നത്. ഷേവ് ചെയ്യേണ്ട, ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ വസ്ത്രം കയറ്റി ഇടണ്ട, എങ്ങനെയെങ്കിലും ഒരു മുണ്ടും ടീഷർട്ടും കയറ്റി വന്ന് ഇട്ടാൽ ഒരു പ്രശ്നവുമില്ല, ആരും പഠിക്കില്ല എന്നാണ് മിസ്റ്റർ കൂട്ടിരി കുര്യാക്കോസ് പറയുന്നത്. പിന്നെ വനിതകളുടെ പ്രതിനിധിയായ സിസ്റ്റർ ഉർക്കപ്രിയ ഏലിക്കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്: സൂമിൽ ആരാധന ഉള്ളപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് ആരാധനയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ആരാംസെ നമ്മൾക്ക് 9 മണിക്ക് എഴുന്നേറ്റാൽ മതി എന്നാണ് ഏലിക്കുട്ടി പറയുന്നത്. പിന്നെ ചോറും കറിയും വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി നോക്കാനും പറ്റും, അത് ആയോ ഇല്ലയോ എന്ന ഒരു പേടിയും വേണ്ട. പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയെന്ന സംശയം വന്നാലുടൻ സൂം ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വീഡിയോ ഓഫ് ആക്കിയിട്ട് ഷടുപടിയിൽ പോയി നോക്കിയിട്ട് ഷടുപടിയിൽ എല്ലാം ആയോ നമുക്ക് നോക്കാൻ പറ്റുമെന്നാണ് സിസ്റ്റർ ഏലിക്കുട്ടി പറയുന്നത്. പിന്നെ അനുജ, ഒരു കാര്യം ശ്രദ്ധിക്കണം, അച്ചായന്മാരും അച്ചായത്തിനും മാത്രമല്ല ഈ സംഘത്തിലെ പിള്ളേരും കുട്ടികളും, അതായത് യുവാക്കളും ഈ ഹർത്താലിൽ കൂടുന്നുണ്ട്. എന്താണ് അവരുടെ ആരോപണങ്ങൾ? എന്താണ് അവർ പറയുന്നത്? അതെ അതെ അനുജ, ഇവർ പറയുന്നത് ഇത് കുട്ടികളുടെയും യുവാക്കളുടെയും നേതാവായ ബദ്മാഷ് കുട്ടപ്പായി ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾക്ക് ഈ സെറ്റപ്പ് വളരെ സൗകര്യമാണെന്നാണ് താങ്കൾ പറയുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കേണ്ട ഒരു പ്രശ്നമില്ല, സിസ്റ്റർ ഏലിക്കുട്ടി പറഞ്ഞതുപോലെ പയ്യെ എഴുന്നേറ്റാൽ മതി, പിന്നെ അപ്പയുടെ അമ്മയുടെയും ഈ ഡ്രസ് ഇടണ്ട, ആ ഡ്രസ് ഇടണ്ട, അവിടെ ഒരു തലക്കവും കാണത്തില്ല, എന്തൊരു ആശ്വാസം. പിന്നെ സൺഡേ സ്കൂളിൽ പോകണ്ട, വാക്യം പഠിക്കേണ്ട എന്ന പല പ്രയോജനങ്ങൾ നമ്മൾ ഈ സൂം മീറ്റിംഗിൽ കിട്ടുന്നുണ്ട് എന്നാണ് ബദ്മാഷ് കുട്ടപ്പായി പറയുന്നത്. അനുജ, ഇതുപോലത്തെ പല ആരോപണങ്ങളാണ് ഞങ്ങൾക്ക് സൂം മതി എന്ന ഫേസ്ബുക്ക് പേജിന്റെ സംഘം ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ആരുമില്ലയോടൊപ്പം റിപ്പോർട്ടർ മാളു എന്ന ടെസ്സി. നന്ദി റിപ്പോർട്ടർ മാളു എന്ന ടെസ്സി. ഈ ആരോപണങ്ങൾ എത്രത്തോളം ന്യായവും ശരിയും എന്ന പ്രേക്ഷകരെ നിങ്ങൾ മിസ്റ്റർ പരിശുദ്ധ സ്പിരിറ്റിനോടും തന്റെ അസിസ്റ്റന്റായ മിസ്റ്റർ പരിശുദ്ധ ബൈബിളിനോടും ചോദിച്ചുകൊണ്ട് ഒരു നിലപാടിലേക്ക് എത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ആശംസ വാർത്തകളിലേക്ക്. ഇതാണ് പരിശുദ്ധ ഫേസ് വാഷ്. കുട്ടികൾക്കും ഉപയോഗിക്കാം, വലിയവർക്കും ഉപയോഗിക്കാം. താങ്കളുടെ പരിശുദ്ധ ഫേസ് വാഷ് ഉപയോഗിക്കാമല്ലോ. താങ്കൾ തന്നെ നിന്നും ഇങ്ങനത്തെ എല്ലാ സ്പിരിറ്റും കൊണ്ട് നിങ്ങളുടെ മുഖത്തെ നല്ലപോലെ കഴുകാം. ഇതാണ് പരിശുദ്ധ ഫേസ് വാഷ്. നമസ്കാരം. സ്തോത്രമോ അതോ സൂത്രമോ വാർത്തകൾ. ഇനി ആശംസ വാർത്തകളിലേക്ക്. ഈ വർഷം കലമ്പോലിൻ ചർച്ചിലെ ചുറുചുറുക്ക് യുവാക്കളായ പ്രാസംഗിക നീതു ഹോമിക്ക് ഓഫീസിലും കീബോർഡിസ്റ്റ് ജോയൽ ജോസഫിന് വിമാനത്താവളത്തിലും ചിരിയുടെ റാണി എന്നറിയപ്പെടുന്ന അഞ്ജലി ഹരിക്ക് ബാങ്കിലും പിന്നെ ഗായിക ടെസ്സി ടൈറ്റസിന് ആപ്പിലും ജോലി കിട്ടി. പിന്നെ സിസ്റ്റർ അജു ജോജി പുതിയ ജോലിയിലും പ്രവേശിച്ചു. കോവിഡ് എന്ന മഹാമാരി വന്നത് എനിക്കൊരു അനുഗ്രഹമായി എന്ന് ഉല്ലസിച്ചുകൊണ്ട് +2 വിദ്യാർത്ഥി
വ്യക്തമാക്കി. തന്റെ മുൻപോട്ടുള്ള വിദ്യാഭ്യാസം സെയിന്റ് വിൽസൺസ് കോളേജിലായിരിക്കുമെന്ന സൂചനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കലമ്പൂരി ചർച്ചിലെ വിശ്വാസിയായ ബ്രദർ മനോജിന് കൽക്കത്തയിൽ പുതിയ ജോലി ലഭിച്ചു. ഈ മാസം, അതായത് ഡിസംബർ മാസം 2, 2021 ബ്രദർ മനോജും സിസ്റ്റർ അംബികയും ഹന്ന ബേബിയും പിന്നെ അപ്പച്ചനും കൽക്കത്തയിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവരുടെയും നവസംരംഭങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ നൽകുന്ന പ്രതിഫലം എന്ന വചനം പോലെ ഈ വർഷം 2 പൊന്നോമനകളായ മാലാഖമാരെ ദൈവം കലമ്പൂരി ചർച്ചിന് നൽകി. അതിൽ ശാന്ത സ്വരൂപിയും ഗായികയുമായ ജാനറ്റ് ജോവിനും യുവ പ്രാസംഗികനായ ജോവിൻ ജോർജിന് എവ്ലിൻ ജോവിയ ജോവിൻ എന്ന പെൺ പൈതലിനെയും പ്രാർത്ഥനീയരായ ചിഞ്ചു ജിബിനും വളരെ ആത്മീകനും പ്രാസംഗികനുമായ ജിബിൻ ഫിലിപ്പ് വെട്ടിമലയ്ക്ക് ജെസ്രിയ ജെസ് ജിബിൻ എന്ന പെൺ പൈതലിനെയും ദൈവം ദാനമായി നൽകി. കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും വീട്ടിൽ അടച്ച് ഇരുന്നപ്പോഴും 2 വിശ്വാസികൾ അവരൊരു പുതിയ വീട് മേടിച്ചു. ഷൈജ ബിനുവും ഖാദറിൽ ഒരു വീട് മേടിക്കുകയുണ്ടായി. പിന്നെ ബ്രദർ അലക്സ് ആൻഡ് ബിനു ചെമ്പൂരിൽ ഒരു ചെറിയ വീടാണെങ്കിലും ഒരു വീട് മേടിക്കുകയുണ്ടായി. ഇനി അവർ ചെമ്പൂരിലേക്ക് കടന്നു പോകുമോ ഇല്ലേ, അവർ കലമ്പൂരിൽ തന്നെ ഉണ്ടായിരിക്കുമോ എന്ന ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ട്. ഇനി അതിന്റെ തുടർ വാർത്തകൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക്. സർവേ അനുസരിച്ച് കോവിഡ് കാലത്ത് മാസ്കിനും സാനിറ്റൈസറിനും ഡിമാൻഡ് കൂടിയതിനേക്കാൾ കല്യാണം ഉറപ്പിച്ചവരുടെയും കല്യാണം കഴിച്ചവരുടെയും എണ്ണലാണ് കൂടുതൽ. അതിൽ സെപ്റ്റംബർ മാസം 20, 2021 പിന്നണി ഗായികയായ ആശാ ജോസഫിന്റെയും ആത്മിക ഗോളത്തെ ഇടയൻ എന്നറിയപ്പെടുന്ന ഇവാഞ്ചലിസ്റ്റ് ജോസഫ് അപ്പോളസിന്റെയും മകൾ ജോന ജോസഫിന്റെയും ജോബിൻ എബ്രഹാമിന്റെ ഉറപ്പീര്, അതായത് എൻഗേജ്മെന്റ് അനുഗ്രഹപ്പെട്ട രീതിയിൽ റാന്നിയിൽ വെച്ച് നടന്നു. അടുത്ത വർഷം നവംബർ മാസത്തിലായിരിക്കും അവരുടെ വിവാഹം എന്ന സൂചനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ, നമുക്ക് ഒരു കല്യാണ വാർത്തയിൽ കൂടി റിപ്പോർട്ടർ മാളു എന്ന ടെസിറ്റിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മാളു എന്ന ടെസിറ്റി എന്താണ് വാർത്ത? സിവിൽ എഞ്ചിനീയറും പിന്നെ നമ്മുടെ കലമ്പൂർ AG ചർച്ചിലെ വിശ്വാസിയായ സിസ്റ്റർ ഡെൻസിസ് കറിയോടെ ഒരു പേരും കല്യാണം ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. ക്യാമറമാൻ ആരുമില്ല, നന്ദി റിപ്പോർട്ടർ മാളു എന്ന ടെസി, പിന്നെ ക്യാമറമാൻ ആരുമില്ല. ഇതോടുകൂടെ ഒരിക്കൽ കൂടി കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും പിന്നെ കല്യാണം കഴിക്കാൻ തുളുമ്പി നിൽക്കുന്നവർക്കും സ്തോത്രമോ അതോ സൂത്രമോ ചാനലിന്റെ ഹൃദയ നിറഞ്ഞ ആശംസകൾ നൽകുന്നു. അടുത്തതായി വിദേശ വാർത്തകളിലേക്ക്. നീണ്ടകാല നിങ്ങൾ കേട്ടെന്ന് തോന്നുന്നു. വിദേശ വാർത്തകളിലേക്ക്. നീണ്ടകാല പ്രാർത്ഥനയുടെ പരിണാമഫലമായി കലമ്പൂരി ചർച്ചിലെ യുവാക്കളായ ജിജേഷ് റാവുജി, ബേബ ബേബി, പിന്നെ ഇമ്മാനുവൽ മാത്യു എന്ന മാനവും 7 കടലുകൾ കടന്നുകൊണ്ട് കാനഡയിലേക്കുള്ള തയ്യാറെടുപ്പിൽ. എന്നാൽ അവരെ പോകാൻ അനുവദിക്കാതെ ആകാശമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോവിഡും അവന്റെയോ അവളുടെയോ സേനയും വിമാനത്താവളങ്ങളെ അടച്ചു വച്ചിരിക്കുകയാണ്. പ്രേക്ഷകരെ, ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ കോവിഡും സേനയും ഞങ്ങൾക്കൊരു ചീറുരേസാണെന്നും ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ അക്കരെ കടക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്നു കലമ്പൂരി ചർച്ചിലെ പാസ്റ്ററും വിശ്വാസികളും. അവരുടെ ഈ ഉറച്ച വിശ്വാസം കണ്ടുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12-നും 1-നും ഇടയ്ക്ക് പാസ്റ്റർ സാജു മാത്യുവിന്റെ ഫ്ലാറ്റിനറിയിൽ നിന്നും ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്. കത്തയച്ചിരിക്കുന്നത് വേൾഡ് കളക്ടറും സേവിയറുമായ മിസ്റ്റർ ജീസസ് യേശു ആണ്. മിസ്റ്റർ ജീസസ് യേശു പറയുന്നത് തന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ തൊട്ട സ്ത്രീയുടെ വിശ്വാസം പോലത്തെ ഒരു വിശ്വാസം ഏറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം താൻ കലമ്പൂരി ചർച്ചിലാണ് കണ്ടത് എന്ന് കത്തിൽ വ്യക്തമാക്കി. ഇതുപോലത്തെ വിശ്വാസം ഇനിയും വളരണം എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക്. എനിക്ക് കാനഡയും വേണ്ട, അയർലൻഡും വേണ്ട, മാൾട്ടയിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കലമ്പൂരി ചർച്ചിലെ സീനിയർ വിശ്വാസിയും സീനിയർ സൺഡേ സ്കൂൾ ടീച്ചറും പിന്നെ സിയയുടെ നേതാവുമായ ലീന നിബക് സേവ്യർ നവംബർ 6, 2021 ഷൗലിനെ അണലി കടിച്ച ദ്വീപായ
മാൾട്ടയിലേക്ക് യാത്ര തിരിച്ചു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും എന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ധീരയും പ്രാർത്ഥന ധീരയുമായ രക്തമേ ആൻഡി അയർലൻഡ് ഒരു ഭാഗം പ്രാർത്ഥിച്ച് കൈവശപ്പെടുത്തി. ഈ മാസം, അതായത് ഡിസംബർ മാസം 3, 2021 രക്തമേ ആൻഡിയും തന്റെ മകനും മരുമകളുമായ അനുപിള്ളയും മോന അനുവും തന്റെ കൊച്ചുമക്കളായ ഏഞ്ചലിനും ഇവാഞ്ചലിനും പുതിയ വീട്ടിൽ പ്രവേശിച്ചത്. ചില മാസങ്ങൾക്കുള്ളിൽ, നമുക്ക് ഇപ്പോൾ ലഭിച്ച വാർത്തയാണ്, ചില മാസങ്ങൾക്കുള്ളിൽ മോന അനുവിന്റെ മാതാവും പിതാവും, അതായത് മുതിർന്ന ഗായകനും കലമ്പോലി ചർച്ചിലെ ഓഡിറ്റോറുമായ KP ജോണും വിദ്യാഭ്യാസപരമായും ആത്മികപരമായും എപ്പോഴും ശോഭിച്ചു നിൽക്കുന്ന ഏലിയാമ ജോണും ഉടൻ തന്നെ അയർലൻഡിലേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വാർത്തയിലേക്ക്. ദൈവം എനിക്ക് ലേറ്റായി തന്നാലും ലേറ്റസ്റ്റായി തന്നെ ചില വാഗ്ദത്തം പൂർത്തീകരിച്ചുവെന്ന് ആനന്ദത്തോടും വിശ്വാസത്തോടും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വീരയും നർസുമായ സിസ്റ്റർ ചിഞ്ചു ജിബിൻ നവംബർ 15, 2021 വെയിൽസിലേക്ക് യാത്ര തിരിച്ചു. ജനുവരിയിൽ തനിക്കൊരു പരീക്ഷയുണ്ടെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ് ചിഞ്ചു ആവശ്യപ്പെട്ടിട്ടുള്ളത്. സിസ്റ്റർ ചിഞ്ചു തന്റെ പരീക്ഷയിൽ വിജയശ്രീലാളിതയാവണം എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശാന്ത സ്വഭാവത്തിന്റെ ഉടമയായ എൽസാസ്കറിയയുടെയും കണ്ടാൽ സ്ട്രിക്റ്റും പക്ഷെ വളരെ ഫ്രണ്ട്ലിയുമായ സ്കറിയ അങ്ങളുടെ മകൾ ആൻസിസ്കറിയ ചില ദിവസങ്ങൾക്കുള്ളിൽ വിദേശത്ത് പോകുന്നതായിരിക്കും. ഇതോടുകൂടെ വിദേശ വാർത്തകൾ പ്രേക്ഷകരെ നമുക്കൊരു പുതിയ വാർത്തയും കൂടി റിപ്പോർട്ടർ മാളു എന്ന ടെസിറ്റിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. റിപ്പോർട്ടർ മാളു എന്ന ടെസിറ്റി, എന്താണ് വാർത്ത? പ്രേക്ഷകരെ, ഇത് US നിവാസിയായ ടൈസനെ കുറിച്ചാണ് വാർത്ത. റിപ്പോർട്ടർ മാളു എന്ന ടെസിറ്റി, ഇത് മൈക്ക് ടൈസനെ കുറിച്ചാണോ? പ്രേക്ഷകരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് മൈക്ക് ടൈസനെ കുറിച്ചല്ല. ഇത് നീൽ സംഘം സൊസൈറ്റിയിലെ ട്യൂഷൻ ടീച്ചറും ഹൗസ് മിനിസ്റ്ററുമായ സിസ്റ്റർ ഉഷ ടൈറ്റസിന്റെയും പ്രസിദ്ധ ട്രാവൽ ഏജൻസിയുടെ ഉടമയും കലമ്പോലി ചർച്ചിന്റെ ട്രഷററുമായ ടൈറ്റസ് കോശയുടെ മകൻ ടൈസൺ ടൈറ്റസ് കോശയെ കുറിച്ചാണ് വാർത്ത. ഇപ്പോൾ മാളു എന്ന ടെസി, എന്താണ് നിലവിലുള്ള വാർത്ത? തങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ലോകർക്കും പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. അതെ അനുജ, ഞാനിപ്പോൾ സിഎം സെക്രട്ടേറിയറ്റിലെ പടിവാതിൽക്കൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സിഎമ്മിന്റെ കാര്യസ്ഥനായ മിസ്റ്റർ പത്രോസ് ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്: വേൾഡ് കളക്ടറും സേവ്യറുമായ മിസ്റ്റർ ജീസസ് യേശു ടൈസൺ ടൈറ്റസിന്റെ ജോബ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്റെ PA ആയ ഗബ്രിയേലിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ചില കാറ്റും കൂടും പിന്നെ പല പല മഹാമാരിയുടെ പ്രശ്നത്താൽ അറിഞ്ഞ് അങ്ങ് PA ഗബ്രിയേൽ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. പത്രോസിന്റെ മൊഴി അനുസരിച്ച് ഉടൻ തന്നെ വേഗം അങ്ങ് ന്യൂജേഴ്സിയിലുള്ള ടൈസൺ ടൈറ്റസിന്റെ കയ്യിൽ ഈ ജോബ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത്. ടൈസൺ ടൈറ്റസിന്റെ ഫ്ലാറ്റിൽ തന്നെ എത്തിച്ചിരിക്കും എന്നാണ് PA ഗബ്രിയേൽ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗബ്രിയേൽ പറയുന്നത് വാതിലുകൾ മുട്ടുമ്പോൾ തന്നെ ഉടനെ തുറക്കണം എന്നാണ് പത്രോസ് സൂചിപ്പിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആറുമില്ലയോടൊപ്പം ഈ ശുഭവാർത്ത നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് നന്ദി റിപ്പോർട്ടർ മാളു എന്ന ടെസിറ്റി, പിന്നെ ക്യാമറമാൻ ആരുമില്ല. പ്രേക്ഷകരെ, ഇതോടുകൂടെ ഇത് സ്തോത്രമോ അതോ സൂത്രമോ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായി ഈ വാർത്തകളുടെ റിപ്പോർട്ടറായ റിപ്പോർട്ടർ മാളു എന്ന ടെസിറ്റിക്കും പിന്നെ ഈ വാർത്തകളുടെ സഹരചിതാവും എഡിറ്ററുമായ ബിനു അഗസ്റ്റീനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിവിടെ വിടപെടുകയാണ്. അടുത്ത വർഷം ഇതേ നേരത്ത് ഇതേ സമയത്ത് കാണുന്നവരെ ഞാൻ നിങ്ങളുടെ അവതാരിക അനുജ അഗസ്റ്റ്യൻ. ഇത് സ്തോത്രമോ അതോ സൂത്രമോ വാർത്തകൾ. നന്ദി, നമസ്കാരം. ഹോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പൊ ഞാനെന്താ പറയുക, എന്നാലും ഒന്നുകൂടെ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചു.
വിചാരിച്ചതിനെതിരെ നന്നായിട്ട് പിള്ളേർ ചെയ്യുമെന്ന്, പക്ഷെ തകർത്തു. റിപ്പോർട്ടറും പൊളിച്ചു, റീഡറും പൊളിച്ച്, എല്ലാവരും പൊളിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചു, ഞങ്ങളിവിടെ പാടാൻ വന്ന് നിന്നപ്പോൾ ഇവിടുത്തെ കുറെ പേര് താടിക്കൊക്കെ കൈ കൊടുത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു. പക്ഷെ ഇവര് സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേനും കാണാടോ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്തോ ശരിയാ. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോങ് ആയാലും മ്യൂസിക് റീഡിങ് ആയാലും കോമഡി ആയാലും എന്ത് വന്നാലും ആ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇപ്പൊ അവർ ചെയ്തപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇനിയിപ്പോ ഓരോ പ്രോഗ്രാമിങ് വരുമ്പോഴും പാട്ട് പാടുന്നത് കൊള്ളത്തില്ലെങ്കിലും വെറുതെ ഓക്കെ. ഇനിയിപ്പം ഇത്രയും നേരം നമ്മളൊരു ന്യൂസ് ഒക്കെ കേട്ടു. ഇനിയിപ്പോൾ ജസ്റ്റ് ചാനൽ ഒന്ന് മാറ്റുവാണ്. നമ്മൾ ഇനിയിപ്പോൾ ഒരു നൈസ് സോങ് കേൾക്കാൻ പോവാണ്. എങ്ങനത്തെ സോങ് ആണെന്ന് അറിയത്തില്ല, സ്ലോ ആണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആണോ അല്ലെ റാപ്പ് ആണോ എന്താണെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് എന്തായാലും നോക്കാം. അതിനായിട്ട് ജിജേഷ് രഞ്ജിത്തിനെ ക്ഷണിച്ചു. നമ്മൾ ഇത്രയും നേരം പാടുകയും പാട്ട് കേൾക്കുകയും മ്യൂസിക് കേൾക്കുകയും ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു അടിപൊളി വെടിക്കെട്ട് ഐറ്റമാണ്. ഞങ്ങളുടെ പിള്ളേർ കുറേ നേരം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞൊക്കെ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. സ്കിറ്റാണ് അടുത്ത നമ്മുടെ പ്രോഗ്രാം. ഞാൻ ആദ്യമേ പറഞ്ഞത് ഓക്കെ, സ്കിറ്റാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം. അത് ചെയ്യാനായിട്ട് നമ്മുടെ യൂത്ത് ടീമിനെ ഇൻവൈറ്റ് ചെയ്തു. नमस्कार, आज हम देखने जा रहे हैं न्यू जनरेशन आदम और हवा। पहले वो परमेश्वर को देखना बहुत चाहते थे, पर समय बीतते बीतते वो परमेश्वर को देखना ही नहीं पसंद करते हैं। चलिए आइए हम इस स्किट के दौरान इस न्यू जनरेशन आदम और हवा अपने जीवन को कैसे बिता रहे हैं, चलो देखेंगे। വിശന്നിട്ടാണ് പത്രത്തിൽ അക്ഷരം പോലും തെളിയുന്നില്ല. ഈ നമ്മൾ എവിടെ പോയി ഇരിക്കുകയാണ്? എപ്പോ നോക്കിയാലും പുറത്തേ വീട്ടിൽ നിൽക്കാൻ സമയമില്ല. അതിനാണെങ്കിൽ ഈ കുഞ്ഞിനെ കൂടി ഇവിടെ വീട്ടിട്ടാണ് പോയി. രാവിലെ അൻസറിന് പറഞ്ഞ സാധനം പോയി ഇവിടെ നടക്കില്ല. എന്നാ അവിടെ രണ്ട് പറഞ്ഞിട്ട് അതിന്റെ കാര്യം. ഫോൺ മേടിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കുന്നില്ല, ബിസി നോട്ട് റീച്ചബിൾ, അത് മാത്രമേ ഉള്ളൂ. അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ, അവള് വിളിച്ചു. ഹലോ ഹലോ, ക്ലാരയാണോ? അതെ, ക്ലാരയാണല്ലോ. ഹവ അവിടെ നിന്ന് വന്നായിരുന്നോ? അല്ല, ഹവ ഇവിടെ ഒന്നും വന്നില്ല. എന്തോ പറയാൻ ക്ലാര, രാവിലെ പോയത് ഇവിടെ ഇതുവരെ വന്നിട്ട് പോയിരുന്നു. ആണോ? ആ, ഏതായാലും ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ എന്റെ ഫോൺ കിട്ടാത്തതുകൊണ്ട് ഞാൻ നിന്റെ ഫ്രണ്ട് വിളിച്ചതാ. എന്റെ ഫോൺ എവിടെയാണ്? എന്റെ ഫോൺ എവിടെയാണ്? രാവിലെ കാണാൻ നിന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. പട്ടി കളിച്ച റൊട്ടി മാതിരി ഇരിക്കും. റൊട്ടി മാതിരി ഏതൊരു കഴിക്കണുണ്ട്. എനിക്ക് ധാരാളം വിഷമങ്ങളുണ്ട്. എന്ത് പറയാൻ, എന്റെ വീക്കം കണ്ടല്ലേ ഞാൻ വീണത്. A few minutes later. എപ്പോഴും നോക്കിയാൽ അതേ ചപ്പാത്തിയും പഠിച്ച കറിയും. ദൈവത്തിന് നിന്നെ കാണാനല്ലേ സമയം ഇരിക്കുന്നു ഇവിടെ. എല്ലാവരും ഉണ്ടല്ലോ, പരിപാടി ആഘോഷിച്ചോ.
എന്റെ പേര് ഗബ്രിയേൽ. നമ്മുടെ ക്ലാസ്സിലൂടെ ഇറങ്ങോട്ട് താമസിക്കുന്നുണ്ടായി. അവരൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുക. അവരോട് പൂരത്തല്ലെന്നാണ് ന്യൂസ് കേട്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ആ മിക്കായൽ തോന്നുന്നു. ആ മിക്കായൽ ആ സ്ഥാനം എവിടെയാണോ? എത്ര പറഞ്ഞു നടക്കണോ? നമുക്കൊക്കെ ഒരുമിച്ചൊന്ന് വരട്ടെ, പാർട്ടിയൊക്കെ ചെയ്യണ്ടേ? ഞാനിവിടെ ഫുൾ ബ്ലാക്കിലാണ്, ഫുൾ ക്യാരക്ടറിലാണ്. ആ സ്ഥാനം എവിടെ കിടക്കണേ? എളുപ്പമായോ? ഞാനിവിടെ എയർപോർട്ടിൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ. ഇവിടെ നോക്കുന്ന ഇത് ഞങ്ങൾ ദൂതന്മാരുടെ ഫാഷനാണ് പോലെ. നിങ്ങളെന്താ പരിപാടി? നിങ്ങൾ ബ്ലാക്ക് ആണല്ലോ. ഇങ്ങനെ തട്ടിമുട്ടി പോകും. ചോദ്യം വന്നാലും പറഞ്ഞു കൊടുക്ക്. ഹവാറിയോ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സമ്മാനമായിട്ടാണ് ഈ ടിവിയാണ് നിങ്ങളുടെ സമ്മാനം. പറയാ പോലെ പാട്ട് ടി വി കർത്താവാണ് കർത്താവ്. ഈ സ്വർഗത്തിൽ ഈട്ടി വെക്കോ? ഇപ്പൊ സ്വർഗത്തിൽ ഏറ്റുകൊണ്ട് കാശില്ല. യാത്ര പറഞ്ഞ പോലെ 8 വർഷം ഉണ്ടായിരുന്നു കാശ്. നിങ്ങളുടെ സമ്മാനമാണ്. ഈ ടിവിയില് പല ചാനലുകളും വരും. പക്ഷെ 50ാം ചാനൽ നിങ്ങൾക്ക് കാണാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ കണ്ടാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. തോട്ടത്തിൽ നിന്നും നിങ്ങളെ ഞാൻ പുറത്താക്കും. ശിക്ഷ? അതെ, വെട്ടി പീസ് ആക്കണം. അതാണ് ശിക്ഷ. പോയാലോ? ഞാനും നിന്റെ കൂടെ വരികയാണ്. A few minutes later. ഞാൻ പുറത്തു പോയിട്ട് വരാം. ഞാൻ ആ ചന്ദ്രനെ ഒന്ന് കാണാം. ഇന്ന് ആരിക ഓടുന്നുണ്ടോ അവരുടെ രഹസ്യത്തിന്റെ നിലവറകൾ തുറക്കണം. സ്നേഹത്തിന്റെ കൊടുങ്കാറ്റ് വീശും. പക്ഷേ സഹനത്തിന്റെ മരണത്തിന്റെ കനൽവഴികൾ കടന്നേ പറ്റും. മറുകരയെത്തുമ്പോൾ ആരൊക്കെ അവശേഷിക്കും? ഈ ദിവസങ്ങളിൽ പറഞ്ഞുള്ള മഹനീയ മുഹൂർത്തങ്ങൾ. ചന്ദനമഴ തിങ്കൾ മുതൽ ശനി വരെ. ദൈവം എന്നൊക്കെ പറയും. ആ ചാനലല്ലയോ ലോകത്തിലുള്ള എല്ലാം ജ്ഞാനം ഇരിക്കുന്നേ. ആ ജ്ഞാനം പ്രാപിച്ചിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ചാൽ ദൈവം മസ്കിനെ പോലെയും ധീരമായ അമ്മാനെ പോലെയും നിങ്ങൾക്ക് പൈസക്കാരാവാം. ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ. എന്തായാലും ഞാൻ പറയാനോട് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോളൂ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കാം. നിങ്ങൾ
ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും. ശോ, എല്ലാം നീ കാരണം നിന്റെ ഫുഡിന്റെ സീരിയൽ എപ്പോ നോക്കിയ സീരിയൽ ചന്ദ്രമഴ നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നിങ്ങൾ തീരുമാനിക്കണം ഞങ്ങൾ എന്തോ ചെയ്യുന്നത്. നിങ്ങളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഈ വീട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഏതൻ തോട്ടൽ സ്പേസ് ആഡ് ഏതൻ തോട്ടൽ സ്പേസ് അവർ വിളിക്കുന്ന നമ്പർ 9930905220. വോട്ട് ഫിക്സ്. നന്ദി, നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും എന്താണ്ടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അന്ന് അവർ തോട്ടത്തിലായിരുന്നപ്പോൾ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ദൈവത്തിന് കാണിച്ചു കൊടുക്കാൻ ഫലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതേപോലൊരു സാധനമുണ്ട്. എനിക്ക് ഒന്ന് ഹിന്ദിയിൽ പറയാൻ സാധിക്കുമോ? तो अभी हमने जो स्किट देखा है उसमें हमें ये सीख मिलता है कि आदम और हवा को परमेश्वर ने मिट्टी से बनाया था और दिन बीतते बीतते हम सारे लोग मिट्टी से परमेश्वर को ही बनाने लग गए. इस प्रकार का अवस्था हम में हो गया. हम एक बात इस स्किट से सीख सकते हैं कि हमें हमारे अवस्थाओं के जैसे अनुसार नहीं बल्कि परमेश्वर की व्यवस्थाओं के अनुसार जो है चलना चाहिए. धन्यवाद. അപ്പോൾ ലാസ്റ്റ് ചെറിയൊരു കൺക്ലൂഷൻ കൂടെ പറഞ്ഞു നിർത്താം. അത് പറഞ്ഞെങ്കിലും ഞാനും കൂടെ പറഞ്ഞു നിർത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ട്, ടി വി ഉണ്ട്, മറ്റ് എല്ലാ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നല്ല, അതൊക്കെ കണ്ടിട്ട് അത് റിയൽ ലൈഫിൽ ആരും എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഇനിയിപ്പോൾ പറഞ്ഞ് വീട്ടിൽ കൊള്ളാകാനൊന്നും ശ്രമിക്കുന്നില്ല. ഇനിയിപ്പം ലാസ്റ്റ് പ്രോഗ്രാമാണ് നമ്മുടെ ലാസ്റ്റ് ഡേയിലെ ലാസ്റ്റ് മീറ്റിങ്ങിലെ ലാസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പം ഇതൊരു ഗ്രാൻഡ് സോങ് ആണ്. പാട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ അവരുടെ കൂടെ പാടുക. അവർ പാടാൻ അറിയാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ പാടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ
let's give a gift for a very beautiful program. So I would like to call our cutest kid over here, Sana Somarajan, come forward. I would request our school teachers for that. Emmanuel, please come forward. With God the Lord Most High, your hidden glory in creation, now revealed in you are Christ. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. നമ്മുടെ ചേർച്ചിൽ നേരത്തെ ഉണ്ടായിരുന്ന പിള്ളേരായിരുന്നു. അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അവരിപ്പോ വേറെ വേറെ സ്ഥലത്താ. അപ്പൊ അവരുടെ ഗ്രാൻഡ് പേരൻസിനാണ് ഞങ്ങൾ വിളിക്കുന്നത്. സോ പ്ലീസ് ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് അവർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ? This gift is for Angel and Evelyn from Kalamboli Angel Church. So and the other one is for Jaspriya Jess, Jimin. രണ്ട് ഗിഫ്റ്റ് പെൻഡിങ് കൊണ്ട് നമ്മുടെ എക്സ് സ്റ്റുഡൻസ് ആയിരുന്നു അവർ കണ്ട സ്കൂളിലെ. ഇപ്പോൾ പ്രൊമോട്ട് ആയി ടീച്ചേഴ്സ് ആയി മാറിയേക്കുക. One is Jonah Joseph. ഇന്ന് ഈ പ്രോഗ്രാം പെർഫോം ചെയ്യുവാൻ ഇതേപോലെ നിരവധി നന്നായിട്ട് സ്കിറ്റ് അതുപോലെ തന്നെ വിശേഷിച്ച് ന്യൂസ് റീഡിങ് റിപ്പോർട്ടറൊക്കെ നന്നായിട്ട് ചെയ്തു. എല്ലാവരെയും പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് വരുന്നില്ല. ഈ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ടെൻഷനാവും. അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ നന്നായിട്ട് ചെയ്തു. ഒന്ന് കൈയടിച്ചവരെന്ന്